സുഭാഷിതം. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ മാനസാന്തരം പ്രസംഗിച്ചുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. ഈ അധ്യായത്തിന്റെ 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ സ്നാപകൻ ഭൂമിയിൽ ജനിച്ചതിന്റെ ഉദ്ദേശവും അദ്ദേഹത്തിന്റെ സന്ദേശത്തിന്റെ ഉള്ളടക്കവും അത് എങ്ങനെയാണ് പ്രാവർത്തികമാക്കുവാൻ കഴിയുന്നത് എന്നുള്ളതിന്റെ വിവരണവും താൻ മശിഹയല്ല, തന്നിലും ബലവാനായ ഒരുവൻ വരുന്നു എന്നുള്ള പ്രഖ്യാപനവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ യോർദാനരികെയുള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു എന്ന് 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. ലോകരക്ഷകനായ യേശുവിന്റെ വരവിനായി യോഹന്നാൻ വഴിയൊരുക്കുമ്പോൾ ജനം മാനസാന്തരപ്പെട്ട് പാപത്തിൽ നിന്ന് തിരിഞ്ഞുകൊള്ളണമെന്നുള്ള ആഹ്വാനം കൊടുക്കുന്നു. 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അവനാൽ സ്നാനമേൽപ്പാൻ വന്ന പുരുഷാരത്തോട് അവൻ പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞു ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആർ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. John said to the crowds coming out to be baptized by him, you brood vipers, who warned you to flee from the coming wrath, produce fruit in keeping with repentance. വളരെ മൂർച്ചയേറിയ വാക്കുകളാണ് യോഹന്നാൻ ഉപയോഗിക്കുന്നത്. പാപം വിട്ട് മാനസാന്തരപ്പെടാത്തവർക്ക് ദൈവത്തിന്റെ കോപമുണ്ടാകുമെന്നുള്ള ധ്വനി അവിടെയുണ്ട്. തുടർന്ന് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം എങ്ങനെയാണ് കായ്ക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഒരുവൻ മാനസാന്തരപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് അവനിൽ നിന്ന് പുറപ്പെടുന്ന ഫലങ്ങളുടെ അടിസ്ഥാനത്തിലാകുന്നു. പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ചിലരെങ്കിലും പറയും, ഞങ്ങളുടെ കുടുംബം ഇന്നതാണ്, ഞങ്ങൾ പണ്ടേ മാനസാന്തരപ്പെട്ടവരാകുന്നു. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത് എന്നാണ് യോഹന്നാൻ പറയുന്നത്. അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, പാരമ്പര്യത്തിലും വംശാവലിയിലും അഭിമാനിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് യോഗ്യമായ മാനസാന്തരം ഉണ്ടായിട്ടില്ല, അവർക്ക് ഫലവും കായ്ക്കുവാൻ കഴിയുകയില്ല. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവാൻ തങ്ങൾ എന്ത് ചെയ്യണമെന്ന് 3 കൂട്ടർ യോഹന്നാനോട് ചോദിക്കുകയാകുന്നു. ഒന്നാമത്തെ ആളുകൾ സാധാരണ പുരുഷാരമാണ്. അവർക്ക് മറുപടിയായി പറഞ്ഞത് ഭക്ഷണവും വസ്ത്രവും ഇല്ലാത്തവന് കൊടുക്കണമെന്നാകുന്നു. പൗലോസ് പറഞ്ഞിരിക്കുന്നത്, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. അടുത്തതായി ചുങ്കക്കാരും വന്ന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നു. നിങ്ങളോട് കൽപ്പിച്ചതിലധികമായി ഒന്നും പിരിക്കരുത് എന്നവൻ പറഞ്ഞു. അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, അന്യായമായ പണസമ്പാദനം ദൈവകോപത്തിന് ഇടയാക്കും. യിരെമ്യാ പ്രവാചകൻ 17:11 പറഞ്ഞിരിക്കുന്നത്, ന്യായമായിട്ടല്ലാതെ ധനം സമ്പാദിക്കുന്നവൻ താൻ ഇടാത്ത മുട്ട പൊരുന്നിരിക്കുന്ന തിത്തിരിപ്പക്ഷിയെ പോലെയാകുന്നു. അവന്റെ മധ്യായുസിങ്കൽ അതവനെ വിട്ടു പോകും, ഒടുക്കം അവൻ ഭോഷനായിരിക്കും. പടജനവും ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതിന്, ആരെയും ബലാത്കാരം ചെയ്യാതെയും ചതിയായി ഒന്നും വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം മതി എന്ന് വെപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. ഭീഷണിപ്പെടുത്തിയും ദ്രോഹം ചെയ്തും മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവാൻ കഴിയുകയില്ല. വീണ്ടും പ്രവാചകൻ പറയുന്നത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ, യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ എങ്ങനെയാണ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കേണ്ടത് എന്നാണ് നാം വായിച്ച വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം എന്ന് പറയുമ്പോൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നമ്മുടെ പ്രവർത്തനങ്ങൾ ദൈവത്തിന് മഹത്വമായിരിക്കണം. കരുണയുള്ള പിതാവേ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പാൻ അടിയങ്ങൾക്ക് കൃപ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.